പക്ഷേ അല്ലാതെ മറന്നുപോകുന്നൊരു സമയം അതേതാ? മരിക്കാൻ നോക്കുന്ന സമയം. കാരണം എല്ലാരെയും വിട്ടുപിരിയാൻ പോവാണ്. അപ്പൊ വല്ലാത്ത ബേജാറുള്ള വലിയ വിഷമം മനസ്സിലുള്ളൊരു സമയമാണത്. അപ്പൊ മറന്നുപോകും. അങ്ങനത്തെ സമയത്തിൽ എന്തും മറന്നുക, ബേജാറുണ്ടാവുന്നില്ലേ, മറന്നുപോകുക. അപ്പൊ അതുകൊണ്ടാ എന്ത് പറഞ്ഞത്, മനസ്സിന് വിഷമം സമയമായതുകൊണ്ട് മറന്നുപോകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്നും ചൊല്ലിക്കൊടുത്തേക്കണം ഓർമ്മയാവാൻ വേണ്ടി. അത് അലത്തനും മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇന്ന് ഓർമ്മയാവും, അതിനാ ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു. ഇത് തന്നെയാണ് ഖബറിലെ തൽഖീനും. ഖബറിൽ ചെല്ലുമ്പോ ആദ്യമായിട്ട് ചെന്ന മുമ്പ് പോയിട്ടില്ല, അവിടെ ഖബർ മുമ്പ് കണ്ടിട്ടില്ല. പോയതോ കാറിലല്ല, ട്രെയിനിലല്ല, പ്ലെയിനിലല്ല. പോകുമ്പോൾ ഇന്നുവരെ ധരിച്ച പൊന്ന് കയ്യിലില്ല, വാച്ചില്ല, മോതിരമില്ല, സാധാരണ ധരിച്ച കുപ്പായമില്ല, തലേക്കെട്ടില്ല, ചെരുപ്പില്ല. പോകുന്നത് സ്വന്തമല്ല, നടക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ സാധിക്കുന്നില്ല. ആളുകൾ എടുത്തുകൊണ്ടുപോകുന്നു. വാഹനമേതാണ്? മയ്യിത്ത് കട്ടിലാണ്. ജീവിതകാലത്ത് അതിൽ കയറിക്കിടക്കാൻ പറഞ്ഞാൽ മനസ്സ് അനുവദിക്കാത്ത വാഹനമാണ്. മയ്യിത്ത് കട്ടിൽ കയറി കിടക്കാനോ എന്നെ കൊണ്ട് കഴിയില്ല. മോനെ, മോളെ, ആ വാഹനത്തിലാ യാത്ര. നേരെ പോയി ചെല്ലുന്നത് ഖബറിൽ. സുബ്ഹാനല്ലാഹ്, 2 ആഴ്ച ജയിലിലിടുമെന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കാതിരിക്കാൻ ഏതൊക്കെ വക്കീലിനെ നീ നോക്കി, ഏതെല്ലാം കോടതിയിൽ നീ ഹാജരായി, എന്തെല്ലാം പണം നീ ചെലവഴിച്ചു. പക്ഷേ ജയിലിൽ വെള്ളമുണ്ട്, ജയിലിൽ ഭക്ഷണമുണ്ട്, ജയിലിൽ കാറ്റുണ്ട്, ജയിലിൽ വെളിച്ചമുണ്ട്, ജയിലിൽ വിവരമറിയാൻ സാധിക്കുന്നുണ്ട്, ജയിലിൽ ചിലപ്പോൾ നിന്റെ കുടുംബത്തിൽ വന്നു നോക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ജയിലിൽ ഒരൊറ്റ ദിവസം കിടക്കുന്ന കാര്യം വലിയ ബേജാറ് തന്നെ. എന്നാ മോനെ, ജയിലിൽ ഒരാൾ കിടന്നാൽ എത്ര കൊല്ലം കിടക്കണം? കൂടിയാ 12 കൊല്ലം. അല്ല, ഇനി കൂടിയാ മരിക്കുന്നത് വരെ ജയില് കഴിഞ്ഞില്ലേ? ഖബറിലെ കിടത്തമോ? സുബഹി കളാക്കിയിട്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരില്ലേ? നിസ്കാരം കളാക്കുന്ന ഉമ്മമാരില്ലേ? പ്രായമൊക്കെ ആയിട്ട് തലയും താടിയുമൊക്കെ നരച്ചിട്ട് ഇപ്പോഴും റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുഖത്ത് കാണാതെ താടി പരണ്ടുന്ന വയസ്സന്മാരില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഓ മനുഷ്യ, നീ റസൂലുള്ളാഹിക്ക് നിസ്കാരത്തിൽ സലാം പറയുമ്പോ നിന്റെ മുഖത്തേക്ക് റസൂലുള്ള ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 65 വയസ്സായിട്ടും താടി പരണ്ടുന്നു, 75 വയസ്സായിട്ടും താടി പരണ്ടുന്നു. റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വയസ്സായിട്ടും നീ വില കൽപ്പിച്ചില്ല. മോനെ, നീ അള്ളാന്റെ റസൂലിനെ വിളിച്ച് രാവിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയേണ്ട സമയത്ത് കിടന്നുറങ്ങി സൂക്ഷിക്കുകയല്ലേ? നീ റസൂലുള്ളാഹിക്ക് കൃത്യമായി സലാം പറഞ്ഞില്ല. നീ നിനക്ക് വെള്ളവും ഭക്ഷണവും വായുവും എല്ലാം തന്ന രാജാവിന്റെ മുന്നിൽ നീ കൃത്യമായി ഹാജരായില്ല, നിസ്കരിച്ചില്ല. ഇളനീരും ചായയും കാപ്പിയും ജ്യൂസും പാലും എല്ലാം തന്ന രാജാവ് നജസായ കള്ളു കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നീ പെരുന്നാളിന് കള്ളു കുടിച്ചില്ലേ? നീ മദ്യപിച്ചില്ലേ? നീ കഞ്ചാവ് വലിച്ചില്ലേ? അമ്പിയാക്കൾ ഔലിയാക്കൾ ആദരിക്കാനും സ്നേഹിക്കാനും പറഞ്ഞ റബ്ബ്, നീ ജ്യോത്സ്യന്മാരെടുക്ക പോകാൻ പാടില്ല, കണക്കന്മാരെടുത്ത് പോകാൻ പാടില്ല, നീ കണിശന്റെ അടുത്ത് പോകാൻ പാടില്ല. നീ അതാ സഹോദരിമാരെ, നിങ്ങൾ പള്ളി തന്നെ പോകാൻ പാടില്ല എന്ന് പറയുമ്പോ ആലി ശൈത്താന് നേർച്ച കൊടുക്കാൻ വേണ്ടി അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളില്ലേ? പള്ളിയിൽ നിസ്കരിക്കാൻ തന്നെ പെണ്ണുങ്ങൾ വരണ്ടെന്ന് പറയുമ്പോ ആലി ശൈത്താന് നേർച്ച കൊടുക്കാൻ വേണ്ടി ഈമാനും വിട്ടിട്ട് അമ്പലത്തിൽ പോകുന്ന സ്ത്രീകളില്ലേ? ആഖിറം ചിന്തിക്കാതെ ഈമാന് വിറ്റ് കളയുന്നതിന് മടിയില്ലാത്തവരില്ലേ?
വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ ഖൈറെന്ന് റസൂലുള്ള പറയുമ്പോ മൗലവിമാരെ വാദം കേട്ടിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ എന്ന പേരിൽ ഇറങ്ങി നടക്കുന്ന മങ്കമാരില്ലേ, ഭർത്താവിനെ ചീത്ത പറയുന്നവരില്ലേ, മക്കളെ ദീന് പഠിപ്പിക്കാത്തവരില്ലേ, നോമ്പെടുക്കാതെ മക്കളെ ശീലിപ്പിക്കുന്ന, മക്കളോടുള്ള വാത്സല്യം കൊണ്ട് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച നോമ്പെടുപ്പിക്കാതെ നോമ്പ് നടപ്പാക്കാതെ അതാ മക്കൾക്ക് റമദാനിന്റെ പകലിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ധിക്കാരം ചെയ്യുന്ന ഉമ്മമാരില്ലേ, പാവപ്പെട്ടവരെ സഹായിക്കാൻ പറയുമ്പോ വല്ലാത്ത ഞെരിക്കമാ മുസ്ലിയാരെ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് മോനെ നിന്റെ കല്യാണം, നിന്റെ മകളെ കല്യാണം നടക്കുമ്പോ അനാവശ്യമായി ലക്ഷക്കണക്കിന് ചെലവഴിക്കുന്നവരില്ലേ, കല്യാണം നടക്കുന്ന പെണ്ണിനെയും ആണിനെയും പരസ്യമായ സ്റ്റേജും കയറ്റിയിരുത്തിയിട്ട് വീഡിയോക്കാരനെ കൊണ്ടുവന്ന് ആ പെണ്ണിന്റെയും ആണിന്റെയും ഫോട്ടോ അന്യപുരുഷന്റെ മുമ്പിൽ നിർത്തി എടുപ്പിക്കുന്നവരില്ലേ, അന്യ പെണ്ണിനെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി കല്യാണത്തിന്റെ പന്തൽ പ്രദർശിപ്പിക്കുന്ന ആഖിറം ചിന്തിക്കാത്ത പണക്കാരില്ലേ, ഈമാനും തഖ്വയും വിറ്റ് കളയുന്നവരില്ലേ. ഓ മനുഷ്യ, നീ എത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി, നീ അമേരിക്കന്റെ പ്രസിഡന്റ് ആണെങ്കിലും ശരി, നീ മരിച്ചങ്ങ് വീണപ്പോ നീ പോയി കിടക്കുന്നത് എവിടെയാണെന്നറിയോ? 12 കൊല്ലത്തെ ജയിലല്ല, കാറ്റ് കടക്കുന്നില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഖബറിൽ തന്നെ. ആ ഖബറിൽ നിന്റെ ഹുങ്ക് കാണിച്ച ശരീരം പൊട്ടിക്കീറിപ്പോയടോ. നിന്റെ പണമെവിടെ? നിന്റെ കൊട്ടാരമെവിടെ? നീയും ഞാനുമൊക്കെ ഖബറിൽ പോയി കിടക്കണം. നീ ചിന്തിച്ചിട്ടില്ലേ? ഖബറ് തുറന്നു നോക്കുമ്പോ ഒന്നും കാണുന്നില്ലല്ലോ മുസ്ലിയാരെ. യുക്തിവാദിന്റെ ചോദ്യമാണ്, എടാ നമുക്ക് നിനക്ക് ബുദ്ധിയില്ലേ? നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? നീയും നിന്റെ ഭാര്യയും കൂടി വീട്ടിൽ കിടന്നുറങ്ങിയില്ലേ? AC റൂമിലല്ലേ? ഉറങ്ങുന്ന സമയത്ത് നീ ഞെട്ടി ഉറക്ക് തെളിഞ്ഞില്ലേ? നിന്റെ ഭാര്യ നിന്നെ തട്ടി വിളിച്ചില്ലേ? നീ കൂക്ക് വിളിച്ചില്ലേ? നീ പറയുന്ന ആന വന്ന് കുത്തി, പാമ്പ് കടിക്കാൻ വന്നു, അതേ സിംഹം ഓടി. ഒടോ, നിന്റെ തൊട്ടടുത്തുള്ള ഭാര്യ കാണാതെ, ഭാര്യ അറിയാതെ നിന്റെ ഉറക്കില് നിന്നെ അള്ള ശിക്ഷിക്കുന്നത് നീ അനുഭവിച്ചില്ലേ? തൊട്ടടുത്തുള്ളവർ കാണാതെ മറ്റൊരാളെ ശിക്ഷിക്കൽ അള്ളാഹ്ക്കൊരു പ്രശ്നമല്ല എന്നത് ഈ സ്വപ്നത്തിലൂടെ നിന്നെ അള്ള ബോധ്യപ്പെടുത്തിയില്ലേ? ഉറങ്ങിക്കിടക്കുന്ന നീ സുഖമായി സ്വപ്നം കണ്ടില്ലേ? തൊട്ടടുത്ത് കിടക്കുന്നവൻ കണ്ടില്ലല്ലോ. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? സുഖം അള്ള ഒരാൾക്ക് കൊടുക്കുമ്പോ അടുത്ത് കിടക്കുന്നവനും കാണുന്നവരും അറിയണമെന്നില്ല. സുഖമായി സ്വപ്നം കണ്ടപ്പോ അതും നിനക്ക് പഠിക്കാൻ തന്നെയല്ലേ? ഇനി ആ ഖബറിൽ നീ പോയി കിടക്കുന്നുവല്ലേ? അവിടുന്ന് എഴുന്നേൽക്കാനില്ലേ നിനക്ക്? ഉണക്ക് പുല്ല് കണ്ടിട്ടില്ലേ? ഉണക്ക് പുല്ല് അത് കന്നുകാലിക്ക് തിന്നാൻ മാത്രമാണോ? എനിക്കും നിനക്കും ചിന്തിക്കാനല്ലേ? ആ ഉണക്ക് പുല്ല് ഉണങ്ങി ഉണങ്ങി നശിച്ചുപോയി, അത് ചിന്ന ഭിന്നമായി പോയി, പൊടിപൊടിയായി പോയി. ആ ഉണക്ക് പുല്ല് നശിച്ചു എന്നല്ലേ കരുതിയത്? ഒരു നല്ല മഴയിങ്ങ് പെയ്തപ്പോ പുല്ലതാ ചെടുത്തു വരുന്നു, വളർന്നുപോയി, പന്തലിച്ചുപോയി, പടർന്നുപോയി. മോനെ, നീ നേരത്തെ കരുതിയതെന്താ? പുല്ല് നശിച്ചു എന്നല്ലേ? ഒറ്റ മഴ കൊണ്ടതാ വളർന്നു കഴിഞ്ഞില്ലേ? നശിച്ചുപോയി എന്ന് തോന്നുന്ന ശരീരത്തെ അല്ലാഹുവിന് പുനർജീവിപ്പിക്കൽ ഒരു പ്രശ്നമല്ല എന്നത് ഈ ഉണക്ക് പുല്ലിലൂടെ അള്ള പഠിപ്പിച്ചില്ലേ? കന്നുകാലിക്കത് തിന്നാനാ? ബുദ്ധിയുള്ള നിനക്കത് ചിന്തിക്കാനാ? മോനെ, ആ മരണത്തിന് ശേഷമുള്ള ജീവിതമില്ലേ? അതിലേക്കുള്ള കാൽവെപ്പല്ലേ ഖബറ്? ആ ഖബറിലങ്ങ് ചൊല്ലുമ്പോ ചോദ്യമാണ്, മുങ്കർ നക്കീറിന്റെ ചോദ്യമാണ്. മറുപടി മറന്നു പോകാൻ സാധ്യതയാണ്.
ആരുമില്ല, ഭാര്യയില്ല, മക്കളില്ല, ബാപ്പയില്ല, ഉമ്മയില്ല, സ്നേഹിതനില്ല, ഉസ്താദില്ല, ശിഷ്യനില്ല, നേതാവില്ല, അനുയായില്ല, അയൽവാസിയില്ല, കുടുംബമില്ല, ആരുമില്ല. ഒറ്റയ്ക്ക് ഇരുട്ടിൽ തന്നെ. ആ ഇരുട്ടിൽ കിടക്കുമ്പോ ആരുടെ മനസ്സിലാണ് ബേജാറില്ലാത്തത്? ആർക്കാണ് മനസ്സിന് വിഷമമില്ലാത്തത്? അവിടെ മറന്നുപോകാൻ സാധ്യതയല്ലേ? അതുകൊണ്ടല്ലേ ഖബറിലുള്ളവർക്കും മുങ്കറിന്റെ കീറ് വന്ന് ചോദിക്കുമ്പോ പറയൂ റബ്ബുക ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ് എന്ന് പറയൂ. ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഉപകരിക്കും നബിയെ ഖുർആൻ. ഈ ആയത്തല്ലേ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു തൽഖീനിന് തെളിവ് പറഞ്ഞത്. സഹോദരന്മാരെ, ഓർമ്മിപ്പിക്കുകയാണ്. മരിക്കുമ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിച്ചാൽ ഈ മകനുള്ളവർക്കാണ് ഫലം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വന്ന് നമുക്ക് ദുആ ചെയ്യണം. സഹോദരന്മാരെ, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ശിഷ്യന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. ശിഷ്യൻ മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, അപ്പോഴാ പറഞ്ഞത് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ മോനെ. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ശിഷ്യന്റെ മറുപടി, ലാ ഖൂലു ദാലിക, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല. വ ഇന്നി ബരീഉം മിൻഹു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് രാജിവെച്ചവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിട്ടൊഴിഞ്ഞവനാണ്. അതേ ഉസ്താദ് ചൊല്ലിക്കൊടുത്തപ്പോ ശിഷ്യൻ ചൊല്ലിയില്ല. ഞാൻ രാജിവെച്ചവനാണെന്നാ പറയുന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുപോയി. എന്റെ അടുക്കന്ന് പഠിച്ച ഒരു ശിഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് രാജിവെച്ചു എന്നല്ലേ പറഞ്ഞ് മരിക്കാൻ പോകുന്നത്. വല്ലാത്ത ടെൻഷനായിപ്പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദ് വീട്ടിൽ നിന്നിറങ്ങി. ഇവൻ ചാകുന്നിടത്ത് ഞാനെന്തിനിരിക്കണം? ഇവൻ ചാകുമ്പോ ഞാനെന്തിന് പങ്കെടുക്കണം? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അവന്റെ സദസ്സിന്ന് പുറത്തിറങ്ങി. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് വീട്ടിലേക്ക് പോയി. അവനവിടെ മരിച്ചു. ബഹുമാനപ്പെട്ടവർക്ക് 40 ദിവസത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. എന്റെ ശിഷ്യൻ ഈമാനില്ലാതെ ചത്തുവല്ലോ. വേദന തന്നെ. 40ഓളം ദിവസം കഴിഞ്ഞു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്നു. ആ ശിഷ്യനതാ ചങ്ങലകളെ കൊണ്ട് പിടിച്ച് കെട്ടിയിട്ട് മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. റബ്ബേ, ഈ ഭൂമിയിലുള്ള തീയുണ്ടല്ലോ, ആ തീയിലൊരൊറ്റ മിനിറ്റ് ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. നിന്റെ നരകത്തിലെ തീ ഇതിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണെന്നാ ഞങ്ങൾ പഠിച്ചത്. റബ്ബേ, വഖൂദുഹന്നാസ് വൽ ഹിജാറ, കരിങ്കല്ലുകളും പച്ച മനുഷ്യന്മാരും നീ ആ നരകത്തിൽ കത്തിക്കുമെന്നല്ലേ നീ ഞങ്ങളെ പഠിപ്പിച്ചത്. റബ്ബേ, ഞങ്ങൾക്കത് സഹിക്കാൻ സാധ്യമല്ല. സാധുക്കളായ ഞങ്ങളെ നീ നരകത്തുനിന്ന് കാക്കണേ റഹ്മാനേ. പാപങ്ങൾ പൊറുക്കണേ റഹ്മാനേ. ഓ മുസ്ലിമേ, നിന്റെ പണം കൊണ്ടിവിടെ രക്ഷയില്ല, നിന്റെ അധികാരം കൊണ്ട് രക്ഷയില്ല. ഈമാനോടെ മരിച്ചെങ്കിലേ രക്ഷയുള്ളൂ. നിനക്ക് ദുന്യാവിന്റെ ചിന്തയിൽ ആഖിറം മറന്നുപോയി. യാലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞുപോയി. തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി കുറ്റം പറഞ്ഞുപോയി. നീ വേണ്ടാത്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുപോയി. നീ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദ് കൊണ്ട് നേരം പോക്കിപ്പോയി. ഒക്കെയൊന്ന് തൗബ ചെയ്ത് കഴുകി വൃത്തിയാക്കിക്കോ. യാത്രക്കൊരുങ്ങിക്കോ.
ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനെ നരകത്തിലേക്ക് ചങ്ങലക്കിട്ട് വരിഞ്ഞ് കെട്ടിയിട്ട് സബാനിയാക്കൾ വലിച്ചു കൊണ്ടുപോകുന്നു. ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നടാ, നിനക്കെന്ത് പറ്റി? എന്റെ ശിഷ്യന്മാരിൽ വലിയ വിവരമുള്ളവരല്ലേ നീ? ആ സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ശിഷ്യന്റെ മറുപടി, ഉസ്താദേ, 3 തെറ്റുകൾ എന്നെ എന്റെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായി പോയി. 3 തെറ്റുകളാണ് എനിക്ക് അബദ്ധത്തിൽ എന്നെ ചാടിച്ചത്. എന്താണ് 3 തെറ്റ്? ഓ ഉസ്താദേ, ഞാൻ വല്ലാത്ത ഹസൂദായിരുന്നു, ഞാൻ വല്ലാത്ത അസൂയക്കാരനായിരുന്നു. അള്ള ഒരാൾക്ക് വല്ല നിയമത്തും കൊടുക്കുമ്പോ, അള്ള ഒരാളെ ഏതെങ്കിലും നിലക്ക് ഉയർത്തുമ്പോ എനിക്ക് വല്ലാത്ത കണ്ണുകടിയാണ്, അസൂയയാണ്. ഉസ്താദേ, രണ്ടാമതായി എനിക്ക് നമീമത്ത് പറയുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഉസ്താദ് പറയാത്തത് ഉസ്താദിന്റെ ശിഷ്യന്മാരോട് ഞാൻ പോയി പറയും. ഉസ്താദ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അതുപോലെ ശിഷ്യന്മാര് പറയാത്ത ഉസ്താദിനോട് നിങ്ങളെ ശിഷ്യൻ ഇന്നത് പറഞ്ഞു എന്ന് പറയും. വാസ്തവത്തിൽ ഞാൻ ഏഷണി ഉണ്ടാക്കിയിട്ട് ഉസ്താദിന്റെ മുമ്പിൽ എനിക്ക് സ്വന്തം ആളാകണം, ഉസ്താദിന്റെ സ്വന്തം ആള് ഞാനാകണം, മറ്റുള്ള ശിഷ്യന്മാരോടൊക്കെ ഉസ്താദിന് അകൽച്ചയാകണം. അതിനിങ്ങനെ ഏഷണി പറയുന്ന സ്വഭാവമാണ് എനിക്ക്. അതും എന്നെ എനിക്ക് അബദ്ധത്തിൽ വരാൻ കാരണമായി പോയി. മൂന്നാമതായി ഉസ്താദേ, എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി ഒരു ഡോക്ടർ ഒരു ദിവസം 1 കുപ്പി കള്ളു കുടിക്കണം, 1 കോപ്പ കള്ളു കുടിക്കണമെന്ന് പറഞ്ഞു. രോഗം മാറട്ടെ എന്ന് മനസ്സിലാക്കി ഞാൻ 1 കോപ്പ കള്ള് ദിവസേന കുടിച്ചു. ഈ 3 കാരണത്താൽ ഉസ്താദ് തന്നെ സമീപത്ത് വന്ന് യാസീനോടൊന്നും വേണ്ടെന്നാണ് പറയാൻ എനിക്ക് തോന്നിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പെടുമ്പോ ഞാനതിൽ രാജിവെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാഫിറായി ചത്തുപോയി. സഹോദരന്മാരെ, അല്ല നമ്മളെ കൽബിൽ തന്ന ഈമാനിന്റെ വെളിച്ചമില്ലേ, അത് പണം കൊടുത്താ കിട്ടൂല, അധികാരം കൊണ്ട് നേടൂല. അതുകൊണ്ട് തന്നെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ആവശ്യമില്ലാത്ത ഒരൊറ്റ സംസാരത്തിലും കടന്നു പോകണ്ട. അള്ള ബഹുമാനിച്ച ഒന്നിനെയും നിസ്സാരപ്പെടുത്തണ്ട. നിനക്ക് ചിലപ്പോ ചില സംഗതികൾ പിടിക്കുന്നുണ്ടാവൂല, നീ എന്നാ അതിൽ പങ്കെടുക്കണ്ട എന്നല്ലാതെ നീ കുറ്റവും കുറവും പറയണ്ട. നീ ആരെയും തരം താഴ്ത്തണ്ട. നിന്റെ ഈമാൻ കാത്തു സൂക്ഷിച്ചാ നിനക്ക് നല്ലത്, എന്റെ ഈമാൻ സൂക്ഷിച്ചാ എനിക്ക് നല്ലത്, ഓരോരുത്തരും സൂക്ഷിച്ചാൽ അവരവന് നല്ലത്. അള്ളാഹുവിനോട് എപ്പോഴും ഈമാൻ സലാമത്താക്കി മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്മയോടെ അള്ളാന്റെ പൊരുത്തം കരുതി ചിന്തിച്ച് ജീവിച്ചോ. റസൂലുള്ളാഹിന്റെ കുടുംബത്തെ പ്രിയം വെച്ചോ, ആലിമീങ്ങളെ ആദരിച്ചോ. വിവരമില്ലാതെ നീ മതം പറയണ്ട. നിനക്ക് ചിലപ്പോ ആലിമീങ്ങളെ കേസറ്റുകളും ആലിമീങ്ങളെ CD കേസറ്റുകളൊക്കെ പകുതി അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് മുജാഹിദിന്റെ മൗലവിമാര് വിതരണം ചെയ്യും. എന്നിട്ടതാ പേരോടങ്ങനെ പറഞ്ഞു, കാന്തപുരം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതാ അവരെ പ്രസംഗത്തിന്റെ കേസറ്റുകൾ അപ്പുറവും ഇപ്പുറവും കട്ടിട്ട് നിന്റെ മുമ്പിൽ ഹാജരാക്കും. നീ മനസ്സിലാക്കുമെന്ന പേരോട് പറ്റിച്ചു, കാന്തപുരം പറ്റിച്ചു. പോലെ നിന്നെ പറ്റിയിട്ട് ഞങ്ങൾക്ക് എവിടെ പോകാനാ? നീ ശരിക്കാലോചിച്ചോ? നീ കിതാബോധിയില്ല, നീ ദീന് പഠിച്ചില്ല. ഇവിടെ കഴിഞ്ഞുപോയ ഔലിയാക്കളില്ലേ, ആരിഫീങ്ങളില്ലേ, നിനക്കല്ല ബുദ്ധി തന്നിട്ടില്ലേ? മാലിക് ഇബ്നു ദീനാർ തങ്ങൾ വന്നുണ്ടാക്കിയ പള്ളിയില്ലേ, അവിടെ ഖുത്ബ അറബിയിൽ തന്നെയല്ലേ, അവിടെ തറാവീഹ് 20 അവിടെ പുരുഷന്മാര് ജുമഅല്ലേ, അവിടെ റാത്തീബില്ലേ, ദിക്റില്ലേ, മൗലിദില്ലേ. പേരോടുണ്ടാക്കിയതാണോ? കാന്തപുരം ഉണ്ടാക്കിയതാണോ? എം.എ. ഉസ്താദ് ഉണ്ടാക്കിയതാണോ? കൊമ്പുകൾ തങ്ങൾ ഉണ്ടാക്കിയതോ ഉള്ളാളങ്ങൾ ഉണ്ടാക്കിയതാണോ? അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ദീനില്ലേ, ഇവിടെ പള്ളിയില്ലേ, ഇവിടെ ആചാരമില്ലേ, വിശ്വാസമില്ലേ, കർമ്മങ്ങളില്ലേ? മദീനയിൽ പള്ളിയില്ലേ, അവിടെ ജുമഅക്ക് ബാങ്ക് 2
ഒന്നല്ലേ? മുജാഹിദിന്റെ പള്ളിയിൽ ഒന്നല്ലേ? മക്കയിൽ പള്ളിയില്ലേ? അവിടെ ജുമഅക്ക് ബാങ്ക് 1, 2 അല്ലേ? മുജാഹിദിന്റെ പള്ളിയിൽ ഒന്നല്ലേ? നിനക്ക് ബുദ്ധിയില്ലേ? മക്കയിലും മദീനയിലും തറാവീഹ് 20 അല്ലേ? മുജാഹിദിന്റെ പള്ളിയിൽ 8 അല്ലേ? 11 അല്ലേ? ചോദിക്കട്ടെ, നിനക്ക് ബുദ്ധിയില്ലേ? എന്തിന് നീ കേസറ്റ് നോക്കണം? എന്തിന് നീ സീഡികൾ കളമോ? ആലിമീങ്ങളുടെ വാചകങ്ങളല്ലാതെ സുന്നത്ത് ജമാഅത്തിൽ വ്യതിചലിച്ച് ഈമാനില്ലാതെ മരിക്കാൻ കാരണമായി പോകുന്നവരുടെ CD കേസറ്റുകളും ഓഡിയോ കേസറ്റുകളൊക്കെ കേട്ട് സംശയവുമായിട്ട് നടക്കുന്നതിന് പകരം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവന്റെ പ്രസംഗം കേൾക്കൽ ഹറാമാണ്, അവന്റെ സദസ്സിലിരിക്കൽ ഹറാമാണ്, അവന്റെ ആശയം കേൾക്കൽ ഹറാമാണ്. അല്ലെങ്കിൽ നിനക്കത് എതിർക്കാൻ കഴിയണം, നിനക്കതിന്റെ സത്യാവസ്ഥ പറയാൻ കഴിയണം. വിവരമില്ലാത്ത നീ നിന്റെ ഈമാനങ്ങൾ പോയിപ്പോയാൽ നിനക്കത് തിരിച്ചു പിടിക്കാൻ കഴിയൂല. അതുകൊണ്ട് വിവരമില്ലാത്ത നീ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയുടെ പ്രസംഗം കേൾക്കൽ ഹറാമാണ്, ജായിസല്ല. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ, അത് ഖുർആനിൽ ആയത്ത് തെളിവുദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിൽ പറഞ്ഞില്ലേ, അത് പേരോട് ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം ഗസാലി രചിച്ചതല്ലേ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അള്ളാനെ ഭയപ്പെട്ട് മരിക്കുന്ന സമയത്ത് അള്ളാഹ് മനസ്സിൽ തന്ന ഈമാനിന്റെ ലൈറ്റ് അണഞ്ഞു പോകാൻ ഈമാനിന്റെ വെളിച്ചത്തോടെ മരിക്കാൻ ശ്രമിച്ചോ മുസ്ലിമേ. അതില്ലെങ്കിൽ നിന്റെ ഒന്നും ഫലവത്തല്ല. മഹശ്ശറോ 50,000 കൊല്ലം ഒരേ നൃത്തം, അതിനുശേഷം നരകവും സ്വർഗവും തീർച്ചയില്ല. ആ ലോകം നശിപ്പിച്ചിട്ട് ഇവിടെ നിന്റെ ഫാഷനും പരിഷ്കാരവും പണവും ഒന്നുകൊണ്ടും കാര്യമില്ല.